നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന സർക്കാർ രാജിവെച്ചതിന് പിന്നാലെ ഉണ്ടായ ആക്രമണങ്ങളിൽ ഇതുവരെ കൊല്ലപ്പെട്ടത് 232 പേരെന്നാണ് റിപ്പോർട്ടുകൾ. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ കണക്കാണിതെന്നും ബംഗ്ലാദേശ് പ്രാദേശിക മാധ്യമം റിപ്പോർട്ട് ചെയ്തു. ജൂലൈ 16 മുതൽ ഓഗസ്റ്റ് 4 വരെ നടന്ന സംവരണ വിരുദ്ധ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ മരിച്ചത് 328 പേരാണ്. ഇതോടെ കഴിഞ്ഞ 23 ദിവസത്തിനിടെ ബംഗ്ലാദേശ് കലാപത്തിൽ ആകെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 560ആയി. ചൊവ്വാഴ്ച കാംഷിപൂർ അതിസുരക്ഷാ ജയിലിൽ നിന്ന് തടവുകാർ രക്ഷപ്പെടുന്നതിനിടെ സംഘർഷത്തിൽ 6 പേർ കൊല്ലപ്പെട്ടിരുന്നു. അതിനിടെ ഷെയ്ഖ് ഹസീനയുടെ പലായനത്തിന് ശേഷം ബംഗ്ലാദേശിൽ ഹിന്ദുക്കളടക്കമുള്ള ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ആക്രമണം തുടരുകയാണ്. ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന അതിക്രമത്തിൽ പ്രതിഷേധിച്ച് ബംഗ്ലാദേശ് ഹിന്ദു ജാഗരൺ മാഞ്ചയുടെ നേതൃത്വത്തിൽ വെള്ളിയാഴ്ച പ്രതിഷേധ റാലി നടത്തി. അക്രമങ്ങൾ തുടരുന്ന ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് കടക്കാൻ അതിർത്തിയിൽ 1000-ലധികം പേർ കാത്തു നിൽക്കുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. ബംഗ്ലാദേശിലെ ഹിന്ദു വിഭാഗത്തിലുള്ളവരാണ് ഇന്ത്യയിലേക്ക് കടക്കാൻ കാത്തു നിൽക്കുന്നത്. BSF ഇവരെ തിരിച്ചയക്കാൻ ശ്രമിക്കുകയാണ്. അതേസമയം ഹിന്ദുക്കളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് വീണ്ടും ഇന്ത്യ അറിയിച്ചിട്ടുണ്ട്. ബംഗ്ലാദേശിൽ നിന്ന് കൂട്ടത്തോടെ ജനങ്ങൾ ഇന്ത്യൻ അതിർത്തികളിലേക്ക് എത്തുന്നത് തുടരുകയാണ്. പശ്ചിമ ബംഗാളിലെ കുച്ച്ബിഹാറിലെ അതിർത്തി വഴിയാണ് ആളുകൾ അതിർത്തി കടക്കാൻ ശ്രമിക്കുന്നത്. ബംഗ്ലാദേശിലെ രാഷ്ട്രീയ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ അതിർത്തിയിലെ സ്ഥിതിഗതികൾ നിരീക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ ഉന്നതതല സമിതിക്ക് രൂപം നൽകിയിട്ടുണ്ട്. BSF ഈസ്റ്റേൺ കമാൻഡ് ADG ആണ് സമിതിയെ നയിക്കുക. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളുടെയും ഇന്ത്യക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ബംഗ്ലാദേശ് സർക്കാരുമായി സമിതി ആശയവിനിമയം നടത്തുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇന്നലെ അറിയിച്ചിട്ടുണ്ട്. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തി RSSും രംഗത്ത് വന്നു. ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കും ബുദ്ധമതസ്ഥർക്കും മറ്റു ന്യൂനപക്ഷങ്ങൾക്കും സുരക്ഷ ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ എല്ലാ ശ്രമങ്ങളും നടത്തണമെന്ന് RSS ആവശ്യപ്പെട്ടു. ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ ന്യൂനപക്ഷങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നു. ന്യൂനപക്ഷങ്ങളെ തെരഞ്ഞുപിടിച്ചു കൊല്ലുന്നതിനെയും തീവയ്പ് നടത്തുന്നതിനെയും ശക്തമായി അപലപിക്കുന്നുവെന്നും സ്വകാര്യ വാഹക ദത്താത്രേയ ഹോസബലെ പറഞ്ഞു. ഈ ദുർഘട സാഹചര്യത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും ബംഗ്ലാദേശിൽ പീഡനം അനുഭവിക്കുന്ന ന്യൂനപക്ഷങ്ങൾക്കൊപ്പം നിൽക്കണമെന്നും RSS ആഹ്വാനം ചെയ്തു. സ്ഥിതിഗതികൾ മെച്ചപ്പെടുന്നതിനാൽ മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന സ്വന്തം രാജ്യത്തേക്ക് മടങ്ങുമെന്നാണ് അവരുടെ മകൻ സജീബ് വസീർ ജോയ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നത്. 76-കാരനായ നേതാവ് തന്റെ പാർട്ടിയായ അവാമി ലീഗിനെ പുനരുജ്ജീവിപ്പിക്കുന്നതിനാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും തെരഞ്ഞെടുപ്പ് നടന്നാൽ അത് വീണ്ടും അധികാരത്തിൽ തിരിച്ചെത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ഹസീന ഒരു രാജ്യത്തും അഭയം തേടിയിട്ടില്ലെന്നും ഉടൻ ബംഗ്ലാദേശിലേക്ക് മടങ്ങാനാണ് ഉദ്ദേശിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഏതായാലും വളരെയധികം തെറ്റായ വിവരങ്ങളുണ്ട്. UK-ലോ US-ലോ ഫിൻലാൻഡിലോ അവൾ എവിടെയും അഭയം തേടിയിട്ടില്ല. തന്റെ രാജ്യത്ത് നിന്ന് ദൂരേക്ക് പോകാൻ അവർക്ക് പദ്ധതിയില്ല. അവർ ഉടൻ ബംഗ്ലാദേശിലേക്ക് മടങ്ങാൻ ഉദ്ദേശിക്കുന്നു എന്നാണ് ചില മാധ്യമങ്ങളടക്കം വരുന്ന റിപ്പോർട്ടുകൾ.